മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ 1 അടിയാണ് നടക്കുന്നത്. നമ്മുടെ അക്ബറും ഷാനവാസും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഇവർ തമ്മിൽ പിന്നെ എപ്പോഴും ഒരു ഈഗോ പ്രോബ്ലവും തമ്മിലൊരു കോമ്പറ്റീഷനൊക്കെ ഉള്ളതാണ്. ഫൈറ്റ് തുടങ്ങുന്നത് നമ്മുടെ റെന ഫാത്തിമയും മസ്താനിയും തമ്മിലാണ്. മസ്താനി വന്നപ്പോൾ മുതൽ നമ്മുടെ റെനേനെ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഇന്നലെ റെനേനെ ടിഗർ ചെയ്ത് കരയിപ്പിച്ച് വരെ വിട്ടു. ഇന്നെന്തായാലും റെന കുറച്ച് സ്ട്രോങ് ആണ്. അങ്ങനെ റെനയും മസ്താനിയും തമ്മിലുള്ള ഫൈറ്റിൽ മസ്താനി റെനേനെ മിഡിൽ ഫിംഗർ കാണിച്ചെന്നോ എന്തൊക്കെയോ ചീത്ത വിളിച്ചെന്നോ ഒക്കെയാണ് അക്ബർ പറയുന്നത്. അങ്ങനെ ആ ഒരു ഫൈറ്റാണ് അക്ബർ കയറി പിടിക്കുന്നത്. അക്ബർ എന്നിട്ട് മസ്താനിയോടായിട്ടാണ് ആദ്യം വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മസ്താനിനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഒരുപാട് പേര് കാണുന്ന ടെലിവിഷൻ ഷോയാണ്, നീ എന്തിനാണ് മിഡിൽ ഫിംഗർ കാണിക്കുന്നത്, അവളെ എന്തിനാണ് തെറി പറയുന്നത് എന്നൊക്കെ ചോദിച്ച് അക്ബർ മസ്താനിയോട് റേസ് ആവുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസ് സോഫയിലിരുന്ന് പറയുന്നു, നല്ല ആളാണ് ഈ പറയുന്നത്, ഇവൻ വിളിച്ചത്ര തെറിയൊന്നും ഇവിടെ വേറെ ആരും വിളിച്ചിട്ടില്ല എന്ന്. അത് കേൾക്കുമ്പോഴാണ് നമ്മുടെ അക്ബർ ഷാനവാസിന്റെ നേരെ തിരിയുന്നത്. പിന്നീട് അക്ബറും ഷാനവാസും തമ്മിലാകും ഫൈറ്റ്. തല്ലുന്നത് വരെയൊക്കെ ആ ഒരു വഴക്ക് പോകുന്നുണ്ട്. കാരണം ഷാനവാസ് 2-3 തവണ തല്ലാൻ ചെല്ലുന്നുണ്ട്. 2-3 പേര് വന്ന് പിടിച്ചു മാറ്റുന്നത്, നമ്മുടെ ഒനിയിലും ശരത്തൊക്കെ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ ഷാനവാസ് അഭിലാഷിനോടും വഴക്കിന് പോകുന്നുണ്ട്. ഷാനവാസിൻ്റെ മൈൻഡ് 2 ദിവസമായി ശരിയല്ല, 2 ദിവസമായി ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബർ ഷാനവാസിനെ നീ പോടാ മണ്ട എന്ന് വിളിക്കുന്നു. ആ സമയത്ത് ഷാനവാസ് നീ നിൻ്റെ തന്തയെ പോയി വിളിച്ചാൽ മതിയെന്ന്. എനിക്ക് തോന്നുന്നു 3-4 തവണയാണ് അക്ബറിൻ്റെ തന്തയ്ക്ക് ഷാനവാസ് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ വലിയ ഫൈറ്റ് ആവുന്നു. ആരെയും കൊണ്ടും പിടിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ലാസ്റ്റ് കൺഫെക്ഷൻ റൂമിലേക്ക് അക്ബറിനെയും ഷാനവാസിനെയും വിളിക്കുന്നു. ഇതുപോലെ കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നതും ഇത് 2ാമത്തെ തവണയാണ്. കൺഫെക്ഷൻ റൂമിൽ എത്തിയിട്ടും ബിഗ് ബോസ് പറഞ്ഞിട്ടും ഇവർ സംസാരം നിർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ പറയുന്നു ഇവൻ എൻ്റെ തന്തയ്ക്ക് 2ാമത്തെ തവണയാണ് വിളിക്കുന്നത്, 3ാമത്തെ തവണയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നത് എന്നെ മണ്ടാ പൊട്ട എന്ന് വിളിക്കുന്നു, എന്നെ മണ്ടാ പൊട്ട എന്ന് വിളിച്ചാൽ ഞാൻ ഇവൻ്റെ തന്തയ്ക്ക് വിളിക്കും. പിന്നെ തന്തയ്ക്ക് പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുകയല്ല ചെയ്തത്, എന്നെ മണ്ടാന്ന് വിളിച്ചപ്പോൾ നീ പോയി നിൻ്റെ തന്തേനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞതെന്ന്. അക്ബർ പറയുന്നു അതല്ലേ ഞാൻ ടിഗർ ചെയ്യാൻ വേണ്ടി പലതും പറയും, ഇവിടെ എത്ര പേര് മണ്ടാ പൊട്ടാന്ന് വിളിക്കുന്നു, അതിന് തന്തയ്ക്ക് വിളിക്കണോ? പക്ഷെ ഷാനവാസ് പറയുന്നത് ഇനിയും എന്നെ മണ്ടാന്ന് വിളിച്ചാൽ ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിക്കും, അത് ഉറപ്പാണ്. ഈ സമയങ്ങളിലെല്ലാം ബിഗ് ബോസ് 2-3 തവണ ഇവരോട് വാൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നേരം സംസാരിക്കാതിരിക്കുക, വഴക്കിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇതൊന്നും കേൾക്കാതെ രണ്ടുപേരും വീണ്ടും വീണ്ടും ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസ് പറയുന്നത് അക്ബർ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയാണ്, ടിഗർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഷാനവാസിനെയാണ്. ഷാനവാസിനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മണ്ടാന്ന് വിളിക്കുന്നുണ്ട്, പൊട്ട എന്ന് വിളിക്കുന്നുണ്ട് എന്ന്. പക്ഷേ അക്ബർ പറയുന്നത് അതല്ലേ ഗെയിം, ടിഗർ ചെയ്യണ്ടേ, ടാർഗറ്റ് ചെയ്യണ്ടേ, അതാണ് ഗെയിം എന്ന്. പക്ഷെ ഷാനവാസ് പറയുന്നത് ഇവൻ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. അങ്ങനെ രണ്ടുപേരും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമാകുന്നു. അവസാനം ബിഗ് ബോസ് കയറി ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ മിണ്ടരുത്, നിങ്ങളെ എത്രാമത്തെ തവണയാണ് ഇങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത്, ഇനി നിങ്ങളെ വിളിക്കാൻ വേണ്ടി മാത്രം ഡെയിലി സമയം കണ്ടെത്താം, എന്താണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഷാനവാസ്, എനിക്ക് തോന്നുന്നു ഷാനവാസും അക്ബറും തമ്മിൽ ആദ്യം തന്നെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ നല്ല വൈരാഗ്യമുണ്ട്. ആദ്യം നടന്ന ആ ഒരു റീസൻ്റെ പേരിൽ ഇപ്പോഴും ആ ഒരു ദേഷ്യം ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേർക്കും എന്തെങ്കിലും ചെറിയ കാര്യം വന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആകുന്നതും ഇത്ര വലിയ ഇഷ്യൂ ആകുന്നതും. എന്തായാലും ബിഗ് ബോസ് ഈ തവണയും കൂടി ഇവരെ വാൺ ചെയ്ത് വിട്ടിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.